അങ്ങനെ അല്ല കശ്മീർ ഫസ്റ്റ് ഡേ ശ്രീനഗറിലായിരുന്നു സ്റ്റേ 2 nights. അപ്പോൾ ഞങ്ങൾ നിന്ന് 206 കുഞ്ഞി റൂമാണ്. ഞങ്ങൾ റൂം ടൂർ ചെയ്ത് വെച്ചുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ തുറന്നപ്പോൾ തന്നെ ഒരാളിവിടെ ഉണ്ട് തുറക്കാൻ. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കുഞ്ഞി ടേബിളുണ്ട്, ഇവിടെ ഒരു ചിന്ന ബാത്റൂം ഉണ്ട്, ലൈറ്റ് അതാ ഇങ്ങനെ ഷവറിൻ്റെ പ്ലേസും, പിന്നെ പ്രിറ്റി ക്ലീനാണ് ഇങ്ങനെ ഒരു സ്ഥലം. പിന്നെ ഇവിടെ ഞങ്ങളുടെ റൂം, ഇവിടെയുള്ള വേറൊരു ആളാണ് ഹേസൽ. അതെ, അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു വലിയ മിറർ തന്നെയുണ്ട്. ഇങ്ങനൊരു ഫുള്ളി കാണാൻ പറ്റുന്നൊരു മിററുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റാൻഡ് ഉണ്ട് വെക്കണമെങ്കിൽ. അവിടെ കുഞ്ഞ് ടേബിൾ ആൻഡ് ചെയർ ഉണ്ട്, വർക്ക് ചെയ്യുന്നവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ബെഡ് ഒരു തന്നു നോക്കാം, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു സോഫ ഇരുന്ന് ചില്ല് ചെയ്യാനായിട്ട്. ഇത് ഞങ്ങളുടെ ബെഡ്. അപ്പോൾ ഞങ്ങളൊരു പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. നല്ലൊരു റൂമാണ്, ക്ലീൻ ആൻഡ് ഡീസൻറ്റ്. അപ്പോൾ ഇവിടെയായിരുന്നു ഞങ്ങൾ 2 night. ഹൗ വാസ് യുവർ ഡേയ്സ് ഹിയർ ഇൻ കരീം റെസിഡൻസി? ഫുഡ് അടിപൊളിയായിരുന്നു അല്ലേ? ഡിന്നർ കോംപ്ലിമെൻ്ററി. അതെ, അപ്പോൾ അത് സൂപ്പറായിരുന്നു. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ചെക്കൗട്ടാണ്. ചെക്കൗട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പോകാൻ പോകുന്നത് പെഹൽഗം. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ ഇന്ന് അവിടെ തന്നെയാണ്. അപ്പോൾ ഇന്ന് പെഹൽഗമിൻ്റെ കാഴ്ചകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അത് പടിയില് അത് വന്നില്ലേ, അടുത്തത് വിളിച്ച് പറഞ്ഞ കഴിഞ്ഞു. ट्राई कर सकते हो, ट्राई कर खाई खाने के लिए, दिखाने के लिए हाउ इज इट? दिखाने के लिए तो इतना थोड़ा ये क्या है ब्लैक ब्लूबेरी है. I've never tried blueberry. I'll try blueberry. Which is blueberry? This one? Very good. This one? This is trying blueberry for the first time. Blueberry it's nice. Really? Very nice. Because I never had blueberry. This is keva. 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 कैसा किस्म है Kesar. हाँ nice nice. ഭയങ്കര पहचानो इसमें डालेंगे ना दूध, टी, कॉफी, पानी कैसा, ये मिक्स नहीं होना चाहिए, मतलब डिसॉल्व नहीं होना चाहिए. ആയിരിക്കും. ശരിക്കുള്ള നല്ല സാഫ്രണേ കഴിപ്പായിരിക്കും. അതിലുണ്ടെങ്കിൽ ഒറിജിനൽ അല്ല. ഞാൻ കേട്ടു. പിന്നെ ഇവരോട് ആവാൻ പാടില്ല. ഓ കാരണം ഡിസോൾവ് ആയാലും ഒറിജിനൽ. കേസരി. ഇതാണ് മറ്റേ കേസരി. ഇത് വേണ്ട, വാൾനട്ട് വേണ്ട, ബ്ലൂബെറി. ബ്ലൂബെറി എടുത്തു. എന്താ പറയാ, കേവ ഇവിടുത്തെ സ്പെഷ്യൽറ്റി. കശ്മീരിത്തെ സ്പെഷ്യൽറ്റി കേവാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതാ എങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് അതിൽ കൂടുതൽ പായസം പോലെ. ഹേസൽ മധുരമുണ്ട്, പായസം പോലെ. थोड़ा ब्यूटी प्रोडक्ट्स भी आते हैं, आपका क्रीम है. അങ്ങനെ 100 കേസറിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്ര പോയി. ഒന്നും പറഞ്ഞേ, ഇതെന്തായിരുന്നു? ഇതാണ് ഇവിടുത്തെ ആപ്പിൾ വാലി. അതെ, ഇവിടുത്തെ സ്പെഷ്യൽ അത്ര ആപ്പിൾ ജ്യൂസ്. അത് കഴിക്കാൻ ഞങ്ങൾ പോവാണ്. ഭയങ്കര ഫ്രഷ് ആണെന്നൊക്കെയാണ് പറയണത്. അതെ, അപ്പോൾ കശ്മീർ ആപ്പിൾസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. 2 കാപ്പി ഓൾറെഡി കുടിച്ചിരിക്കുകയാണ് റേണച്ചി. ഇതിൻ്റെ കൂടെ ജ്യൂസ് മാന്തലാരി ചേച്ചി കുത്തിയറിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഞാൻ ആപ്പിൾ വാലിലെത്തിട്ട് കാണിച്ചു തരാം.
നടക്കാൻ പോകുന്നു. ഇവിടെ വെൽക്കം ടു പെഹൽഗം. അപ്പോൾ ഞങ്ങള് പോണി റൈഡിന് പോവാണ്. ഞങ്ങളൊരു കുറച്ചേരം ഇവിടെ അങ്ങനത്തെ കുറെ ഉണ്ട്. നമ്മൾ നല്ല രീതിക്ക് ബാർഗൈൻ ചെയ്തില്ലെങ്കിൽ നല്ല റേറ്റ് പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളെല്ലാം കൂടി ഒരു എമൗണ്ടിൽ അങ്ങോട്ട് ഉറപ്പിച്ച് പോവാണ്. അതെ, ഇവിടെ ഇങ്ങനെ പല റേറ്റുകളാണ്. നമ്മൾ എത്ര ബാർഗൈൻ ചെയ്യണം അത്രയും ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ള റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് എനിക്ക് കാണാവുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം. മിനി സ്വിറ്റ്സർലാൻഡ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ലെറ്റ്സ് ഞങ്ങള് കുതിരയ്ക്ക് പോണ വഴിയിലാണിപ്പോൾ. അതെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ചെറിയ ചെറിയ കുതിരകൾ കാണണം. ഞാൻ ഇങ്ങനത്തെ കുതിരയിലായിരിക്കും ഞങ്ങൾ പോകുന്നുണ്ടാവുക. ഹായ് മദാമ, റെഡി ടു ഗോ ഓൺ ദി ഹോഴ്സ്. ഞാൻ കുതിരയ്ക്ക് ഡ്രസ്സപ്പ് ഇതൊക്കെ റെഡ് കളറില് രീതി. ഓ, അങ്ങനെ ഫുള്ളാക്കി. ഞാൻ കൗ ഗേൾ ലുക്കാണ്, അങ്ങനത്തെ ഡ്രസ്സിങ് ആണ് എൻ്റെ. എങ്ങനെയുണ്ട് ചേച്ചി മൊത്തത്തിൽ? അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ കുതിരയിലായിരിക്കും. അങ്ങനെ സ്ഥലങ്ങൾ കാണുന്നതൊക്കെ ഞങ്ങൾ 3 ക്യാമറയിലായിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും, പല പല ആംഗിളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. ഒരാള് കുതിരയിൽ കയറി, ഞങ്ങളിങ്ങനെ വഴിക്ക് വരും. റെഡി കുതിര പാർക്ക് ചെയ്ത് റോഡ്. ഹായ് റീച്ച്. നിറച്ച് കുതിരകളാണ്. ഇതെന്ത് വെരി ലക്ക്. ചേച്ചി വേണമെങ്കിൽ ഒന്ന് തിരിയാം. ഹായ്. ഓ, ഞങ്ങൾ എവിടേക്കോ പോണ്ട്. ഞങ്ങൾ രാജാ റാണി ഈസി കുതിര കിട്ടിച്ചിട്ടാ പോണ. സ്റ്റോപ്പ് പ്ലീസ്. അയ്യോ ഇതില് ഈശ്വര എന്റെ കാലും പോയില്ലോ ദൈവം. साथ है अब्दुल भाई. हाय अब्दुल भाई. घोड़े का नाम क्या है? ये मुस्कान, मस्ताना, चेतक, ये बादल. हाँ, मेरी बादल है. हेजल है. हेजल किधर है? हेजल मस्ताना. ഹെയ്സലാണ് ദിവാനി. കുതിര മസ്താന. റേച്ചലിന്റെ ചേതക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കുതിര ഇൻ ഹിസ്റ്ററിയാണ് ആയിരുന്നു. അപ്പൊ ചേതക് പക്ഷെ ഏറ്റവും പിന്നില്ലാന്ന് മാത്രം. ഞാൻ മൂത്തവരുണ്ട്, ഞാനാണ് ഇവരെ ലീഡ് ചെയ്തോണ്ടിരിക്കണേ. ഐ എം ദ പോണത്. എന്റെ തൊട്ട് പിന്നില് ഹെയ്സല്, തൊട്ട് പിന്നില് റേച്ചൽ. അബ്ദുള്ള ബൈബി ഏതർ. റേച്ചലിന്റെ കുതിരനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. മസ്താനിക്കും ബാദലിനും ഭയങ്കര റൊമാൻസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒട്ടി നടക്കും. കുറെ വീടുകളുടെ ഇടയ്ക്കൂടെയൊക്കെയാണ് ഞങ്ങൾ പോണേ. ഇവിടുത്തെ വീട്ടിലത്തെ ആൾക്കാർക്കൊക്കെ എന്നും പല പല വ്യൂ ആയിരിക്കും. ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പെഹൽഗമിലുള്ള ഈ കുതിര സവാരി എന്ന് പറയുന്നത് ഒരു കാട്ടിക്കോടായിരുന്നു. ഒരുപാട് കിലോമീറ്റേഴ്സ് ഒരു പർവ്വതങ്ങൾ താണ്ടിയാണ് പോണേ. ഇവിടെ കണ്ടോ, അവിടെയും ഞങ്ങൾക്ക് ലീഡർ റിവറിൻ്റെ എക്സ്റ്റൻഷൻ കാണാം ആ ഒരു ഭാഗത്ത്. അത് ഞങ്ങൾക്ക് അബ്ദുൽ ഭായ് പറഞ്ഞുതരാണ്. അപ്പം അബ്ദുൽ ഭായിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ്. ഈ കിലോമീറ്റേഴ്സ് മൊത്തം അബ്ദുൽ ഭായും കുതിരേൻ്റെ കൂടെ നടക്കുക ചെയ്യണേ. അല്ലാതെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ഒരു ബൈക്കോ സൈക്കിളോ ഒരു കുതിരേമേൽ കയറിയിട്ടല്ല വരണേ. ഇതാണ് കനിമർഗ്.
അപ്പോൾ ഇത് കനിമർഗ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടായില്ല. ഒരു കൊക്കെ കാണാം, കുറേ പർവ്വതങ്ങൾ കാണാം. ഞങ്ങൾ ചൂടുള്ള സമയത്ത് പോയത്, കുറച്ചുകൂടി തണുപ്പ് കാലത്ത് പോയാൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവും തോന്നുന്നു. ബൈ ഇട്ടേക്കുന്ന ഈ ടൈപ്പ് ഡ്രസ്സില്ലേ, കശ്മീരി ഡ്രസ്സിനെ പെരൺ എന്നാണ് പറയുന്നത്. അപ്പോൾ പെരണാണ് ഇവരുടെ ഡ്രസ്സ്. അതായത് ഇവർക്ക് തണുപ്പൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവർ ഇതിട്ടിട്ടാണ് വാമാക്കുന്നത് അവരെ തന്നെ. അപ്പോൾ പെരൺ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പെരണ് തന്നെ. വെള്ളത്തിക്കൂടെയാണ് ഇപ്പം ഞങ്ങൾ പോണേ. റേച്ചൽ കണ്ട ഓഫീസ് മീറ്റിങ്ങിന് കുതിരയമ്മ പോകുന്ന റേച്ചൽ, അതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അതെ അതെ, ഇംഗ്ലീഷ് ഫാമിലി. അതെ, റേച്ചൽ ഇവിടെ മീറ്റിങ്ങിന് പഴയ കാലത്തെ ജോലിക്കാരിയാ, കുതിരയമ്മയ്ക്ക് പോണേ. ഇത് എവിടെ കണ്ടാലും മലയാളീസ് എന്ന് പറയുന്നത് കണ്ടില്ലേ? ആ അതെ, ഇത് നമ്മുടെ അടുത്തുള്ള സ്ഥലത്തു നിന്നാണ്, എറണാകുളത്ത് നിന്ന്. ഞങ്ങൾ ബാക്കില് തൃശ്ശൂര്. മലയാളിടാ. നടന്നോ നടന്നോ. भैया भैया इसको क्या बोलते हैं? वाटरफॉल. नाम है कुछ? नेम ऑफ द वाटरफॉल, जस्ट वाटरफॉल. വാട്ടർഫോൾ. അച്ഛാ അച്ഛാ. അപ്പൊ ഇത് ഓ പോർട്രേറ്റ് ആണ് വേണ്ട. ഇതൊരു വാട്ടർഫോൾ ആണ്. ഇവിടെ എന്ത് ഭംഗിയാ നോക്കൂ. ലഞ്ച് കഴിക്കാനായിട്ട് ഒന്ന് ഇന്നേക്കാണ്. ഇവിടെയും മാഗി തന്നെയാണ് കഴിക്കുന്നത്. മാഗിയാണ് ഇവിടെ സ്പെഷ്യൽ. അതെ, അപ്പം കഴിക്കാൻ പോവാണ് ഞങ്ങള്. ഇവിടെ ഒരു സ്ഥലം, ഇവിടെ ഞങ്ങളുടെ കുതിരകളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ച സ്ഥലത്തെ ആൾക്കാരാണ്. ബൈ ബൈ, आपका नाम क्या है? हसन. हसन. हसन हसन हसन. आपका नाम? ഷാക്കിർ ബൈ. ഓക്കെ, ഞങ്ങൾ മെമ്മറിക്ക് വേണ്ടി ദിറംസും റുപ്പീസൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഹായ് ഹായ് ബോലോ. ഹായ്. അപ്പൊ ഒരു ഫോട്ടോ എടുത്താലോ, സെൽഫി. എന്താ പറയാ? ഹ്യൂദാർ. ഹ്യൂദാർ എന്ന് പറഞ്ഞത് ഇതാണ്. ഈ മരങ്ങള് ഇതുകൊണ്ടാണ് ഇവിടുത്തെ ഷിക്കാറിന്റെയും ബോട്ടിന്റെയും ഹൗസ് ബോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഈ വുഡ് കൊണ്ട് അത്ര. बहुत अच्छा. ये पहलगाम വാലി. ഇത് പഹൽഗം വാലിയാണ്. ഇവിടെ കണ്ടോ, ഈ പറയുന്ന ഈ വൈക്കോലൊക്കെ അവര് ഇവിടെ ഡിസംബർ ജനുവരിയിൽ ഫുൾ ഐസാവും അത്ര. അവർ കുതിരയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വെക്കുന്നതാണ് ഈ വൈക്കോലൊക്കെ. മുന്നേ കൂട്ടി അവരതൊക്കെ തയ്യാറെടുപ്പ് എടുത്ത് വയ്ക്കും. ഇവിടെയൊക്കെ ഫുൾ ഐസാവും അത്ര ഡിസംബർ ജനുവരി ടൈം ആകുമ്പോൾ. അപ്പോൾ ഇതാണ് ആ മരങ്ങളൊക്കെ കണ്ടോ, ഭയങ്കര രസമാണ്. വെള്ളം അവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. റേച്ചലേ പോന്നോ? വേണ്ട. അയ്യോ, ഇതിനൊക്കെ വലിയ അഡ്വഞ്ചറസ് വേണമെന്ന്. അഡ്വഞ്ചർ പറ്റണം അത്ര പോരാന്നൊക്കെ. അയ്യോ. അപ്പോൾ ഇതാണ് ദിനോ വാലി. ഇത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു റീലൊക്കെ ഷോട്ട് ചെയ്തു. എവിടെയാ ചെയ്യേണ്ടതെന്നുള്ള സ്പോട്ട് തപ്പി തപ്പി നടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ആക്ച്വലി നെറ്റ്വർക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ പാടിയിട്ടാണ് റീലൊക്കെ എടുത്തത്. അങ്ങനെ ദിനോ വാലിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ഇങ്ങനൊരു സ്പോട്ട് കണ്ടത്. ഇത് ബജ്രംഗി ഭായ്ജാനിൽ ഷൂട്ട് ചെയ്ത വൺ ഓഫ് ദ പ്ലേസസ് ആണ്. ഇവിടെ സൽമാൻ ഖാനൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൽമാൻ ഖാനൊക്കെ നടന്ന സ്ഥലത്ത് കൂടെ ഞങ്ങൾ നടന്നു. ദിനോ വാലി. അങ്ങനെ ഞങ്ങൾ പൈസരൻ വാലിയിൽ എത്തിയിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ജിയ ജിയാരെ എന്ന് പറഞ്ഞ സോങ്ങൊക്കെ ഇല്ലേ, ജബ് തക് ഹേ ജാൻ ലേ, അതൊക്കെ ഷൂട്ട് ചെയ്ത വൺ ഓഫ് ദ സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ അനുഷ്ക ശർമ്മയും ഷാറുഖ് ഖാനൊക്കെ കുറേ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്തു. ഗ്രീൻ, ഹേസൽ ഗ്രീൻ എടുത്തേക്കാം. റേച്ചൽ നല്ല രസമുണ്ട് നിന്റെ. ആ മീതയുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ റേച്ചൽ? ഹേസൽ റേച്ചൽ ഷേ കശ്മീരി കുട്ടി ഒന്ന് പോസ് ചെയ്യൂ. അല്ല ഞാൻ വീഡിയോയില.
बहुत फोटो लेते हैं, बहुत एल्बम बना के लेते हैं। आपको भी एक एल्बम बना के देंगे तीनों का बढ़िया से। Hi Rachel. Hi. You look so pretty. Raf. Hi. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റേച്ചൽ കശ്മീരി ആയി ഇപ്പൊ പ്രോപ്പർ. ഇങ്ങനെയാണ് ഇവർ ഈ സാധനം ഇടുന്നത്. മുഖം ഇങ്ങനെ കവർ ചെയ്ത് ശ്വാസം മുട്ടിക്കും, എന്നിട്ട് മുകളിലേക്ക് ഇടും. ഇപ്പൊ ഹേസല് ഇങ്ങനെ പതുക്കെ കശ്മീരി ആവുന്നത് നമ്മളിപ്പോ കാണും. ഇപ്പൊ അത് പൊക്കും. ആ ഇങ്ങനെയാണ്. പക്ഷേ കശ്മീരി അടിപൊളി. കണ്ണ് കാണാണ്ട നിനക്കാണ് ഇവിടുത്തെ ആളുടെ പോലെ. ഒരു പോസ് ചെയ്ത്. ഷേ സുന്ദരി. അടുത്ത ആള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ബ്രെഡ് എടുക്കണോണ്ട് പ്രശ്നം ഗ്രീൻ എടുത്തു. ബുംബ്രോ ദേ മൂടി. നല്ല ഭംഗിയുണ്ട്. ഇത് വീഡിയോ കേട്ടാ. ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗി കാണാൻ. കശ്മീരി തന്നെ. പക്ഷേ സുന്ദരിയായ കുട്ടി. വീഡിയോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഹലോ. ഹേസലിന്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി കാണുന്നുണ്ട്. ഈ പൂക്കള് പിടിച്ച് എക്സൈറ്റഡ് ആണ് ഈ ഡ്രസ്സില്. മോഡൽ നടന്നു വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ബേസരൻ വാലിയിൽ നിന്ന് നമ്മൾ ടാറ്റ പറയാണ്. അങ്ങനെ ബേസരൻ വാലി ആയിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയാണ്. ബേസരൻ വാലിയുടെ ആക്ച്വലി എൻട്രിയിൽ ഇങ്ങനൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ. ഓൾറെഡി സന്ധ്യയായി. കുറച്ച് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടതാണ്. അപ്പോൾ ഓൾറെഡി കുറച്ച് ഈവനിങ് ആയി തുടങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവാം. തീരെ കംഫർട്ടബിൾ അല്ല. ഞങ്ങൾ തിരിച്ച് പോവാണ് താഴേക്ക്. അതുകൊണ്ട് ഇവര് കുറച്ച് ഓടിച്ചാടിക്കാ പോണേ. കുറച്ച് കുറുമ്പ് കൂടുതല അവർക്ക്. അപ്പൊ മരത്തുമൊക്കെ ഇടിച്ച് ഇടയ്ക്ക് ഓടുണ്ട്, ചാടണൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പേടിക്കണം. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഗ്രിപ്പില്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലോണം ടൈറ്റായിട്ട് പിടിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോവാണ്. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കശ്മീരി ഡ്രസ്സൊക്കെ ഇടാൻ പറ്റി. അപ്പോൾ എല്ലാ കാഴ്ചകളും ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തെന്നൊക്കെ വിചാരിക്കണം. ओके, ये पहाड़ को क्या बोलते हैं? कश्मीर वैली। यहाँ से जो पुराने जमाने में लोग जाता था ना, पुराने जमाने में जब रास्ता नहीं था, उस टाइम जाता था यहाँ से श्रीनगर में। अच्छा अच्छा अच्छा. 2 दिन लगता. അപ്പോൾ ഇതാണ് കശ്മീർ വാലി. പണ്ട് വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പർവ്വതം താണ്ടിയാണ് ആൾക്കാർ ശ്രീനഗറിൽ പോയിരുന്നത്. 2 ദിവസം എടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ വാലി. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര വലിയ മൗണ്ടാണ്. ഇതൊക്കെ ഇങ്ങനെ കയറിയെന്നറിയില്ല. അതെ, കാണാണ്ട് 2 ദിവസം കൊണ്ട് വരണ്ട തന്നെ ഇങ്ങനെ ഇതൊക്കെ ക്ലൈംബ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ.
നൈസ്. महाराजा डबियन हरि सिंह है ना, हरि सिंह. उसने यहाँ पर शिकार किया था अच्छा. हिरन और शेर का एक साथ दोनों को, शेर और हिरन दोनों मर गए, इसलिए इसको नाम पड़ गया डबियन। डबियन. जंगल में वो लड़ता था यहाँ पर, इसलिए उसको तीर चलाया, वो दोनों मारा गया, इसलिए इसको फिर नाम पड़ गया डबियन। അങ്ങനെ ഓരോ വേലയ്ക്ക് ഓരോ സ്റ്റോറിയാണ്. അബ്ദുള്ളഭായ് ഞങ്ങൾക്ക് അതെല്ലാം പറഞ്ഞു തന്നു. പണ്ടത്തെ ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഹരി സിംഗ് ആയിരുന്നു. ആളിവിടെ വെച്ച് ഒരു ലയണിയും വുൾഫിനെയും ഒരുമിച്ച് കൊന്നു. അതിന്റെ കഥ ഇവിടെ പറയുന്നു. പുലികളും സിംഹമൊക്കെ വരുന്ന സ്ഥലം എത്ര ഇവിടെ പണ്ടത്തെ ഏത് സിംഗ്? ഹരിസിംഗ്. ആ അതല്ല ഹരിമലയുള്ളത്. ഹരിസിംഗ് ഇവിടെ ഹണ്ടിങ്ങിന് വന്നിരുന്ന സ്പേസ് ആയിരുന്നത്. ഓക്കെ. ഞങ്ങള് കഴിഞ്ഞത് സവാരി കുതിരമേ ചാടുന്നതുകൊണ്ടാണ് വീഡിയോ ചാടുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും കുതിരനെയും പിടിച്ച് അബ്ദുള്ളഭായ് കൊണ്ടുപോകണം. ഞങ്ങൾ തൊട്ട ഇടിച്ചിടിച്ചാൽ പോണം, സ്ട്രൈക്കിംഗ് കാർ പോലെ. 3 കുതിരയുടെ 3 കുതിരയുടെ തലയുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ താഴ്വാരത്തിൽ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. കയറിയോടത്ത് തന്നെ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾ കശ്മീരി പെരൻസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തിരുന്നല്ലോ, അത് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ സിറ്റിയിൽ നിന്ന് തന്നെ അവർ പിക്ചേഴ്സ് അയച്ചു കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ കശ്മീർ കളർ ലാബിൽ നിന്ന് ഞങ്ങളുടെ ഫോട്ടോസും ഞങ്ങൾ കളക്ട് ചെയ്തു. ഞങ്ങളങ്ങനെ ഇന്നത്തെ വെരി ടയറിങ് പെഹൽഗാം ഹോഴ്സ് റൈഡിങ് ട്രക്കിംഗ് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ് ഞങ്ങൾ പെഹൽഗാം സ്റ്റേയിൽ അവിടെ എത്തി. നല്ലൊരു ക്യൂട്ട് റൂമാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടെ ഇപ്പം അധികം വെള്ളമില്ലാത്തതുകൊണ്ടാണ്, വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ റാഫ്റ്റിംഗ് പോയിന്റാണ് ഞങ്ങൾക്ക് വ്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതെ, വന്നപ്പോൾ തന്നെ ബിസിനസ് വുമൺ, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ ഡ്രസ്സ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ അവിടെ ഓൾറെഡി ഉറങ്ങി, അത്ര ക്ഷീണം, എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ബോഡിക്ക് വേദന എടുത്തിട്ട് ഹോഴ്സിന് കുറേ ഓടിയിട്ട്. അതെ, ഒരാളിവിടെ നല്ല ഉറക്കാണ്, പഞ്ഞി കണ്ടു. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് റാഫ്റ്റിങ്ങിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അടിപൊളിയാണ് കാണാനായിട്ടൊക്കെ, നല്ല വ്യൂ ആണ്. അങ്ങോട്ട് അപ്പുറത്തേക്ക് ആക്കി കാണിച്ചത് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ. കണ്ടോ, കുറേ മൗണ്ടൈനൊക്കെ ആയിട്ടുള്ള വ്യൂ ആണ് എനിക്കിവിടെ ഉള്ളത്, ഞങ്ങൾക്കുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നല്ലൊരു ബെഡ്റൂം, നല്ല ക്ലീനാണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഒരു ടി വി ഉണ്ട്. ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് സ്കോർ വെച്ചേക്കാണ്. ഇവിടെ ഒരു കബേർഡ് ഉണ്ട്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ സോഫയിൽ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു കുഞ്ഞ് ഹോം ടൂർ. അപ്പോൾ നമ്മളിവിടുന്ന് പെഹൽഗമിലത്തെ സ്റ്റേയിലെ ഉള്ള എലഗൻ റിസോർട്ടിൽ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ പെഹൽഗം വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുതിരയമൊക്കെ പോയിട്ട് ആകെ ബോഡി പെയിനായിട്ട് ആകെ ഉപ്പാട് ഇളകിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കതൊരു വല്ലാതെ കോമഡി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. ഞങ്ങൾക്ക് എന്നും ഓർക്കാനുള്ള കുറേ നല്ല കോമഡി ഉണ്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളത് വളരെയധികം എൻജോയ് ചെയ്തു. നിങ്ങളും ഞങ്ങളുടെ കൂടെ അത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേയും ഈ ട്രാവലും എല്ലാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത് മിഗ്ദ ട്രാവൽ സൊല്യൂഷനാണ്. ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബായ്.